SSC CGL 2024 ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇത് ജോമെട്രിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, അതിൻ്റെ AB യും BC യും ഈക്വൽ ആണ് ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ പറയുന്ന AD യും DC യും ഈക്വൽ ആണ്. ആംഗിൾ ABD 68 ഡിഗ്രി. അടുത്ത ആംഗിൾ ADB എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 2y - z. BDC ആംഗിൾ BDC 33. ആംഗിൾ DBC 3x + 2. ആംഗിൾ BDC 3x + 2. അങ്ങനെയാണെങ്കിൽ 2x + 3y എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ABC യും ഒന്നാമത്തെ ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 3 സൈഡുകൾ ഈക്വൽ ആണ് അല്ലേ? ആദ്യത്തെ ട്രയാങ്കിളിൽ AB യും രണ്ടാമത്തെ ട്രയാങ്കിളിൽ BC യും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ട്രയാങ്കിളും അല്ല ഈ സൈഡും AD യും DC യും ഈക്വൽ ആണ്. പിന്നെ DB എന്ന് പറയുന്ന കോമൺ സൈഡാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ എന്താ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അപ്പോഴത്തേക്കും എന്തായിരിക്കും, സൈഡുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിളും ഈക്വൽ ആയിരിക്കും. ഏതൊക്കെ ആംഗിൾ ആയിരിക്കും ഈക്വൽ? ഇതിനകത്ത് 68ന് കറസ്പോണ്ടിങ് ആയിട്ട് താഴത്തേതിനകത്ത് എത്ര വരും? 3x + 2 എന്ന് പറഞ്ഞു വരും. 3x + 2. അപ്പോൾ അതിൽ നിന്ന് x കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3xൻ്റെ വാല്യൂ 66 എന്ന് പറഞ്ഞു കിട്ടും. എക്സിൻ്റെ വാല്യൂ 33 എന്ന് പറഞ്ഞു കിട്ടും. അതൊന്ന്. രണ്ടാമത്തെ കേസിൽ 2y - z എന്ന് പറയുമ്പോൾ 33 എന്ന് പറഞ്ഞു കിട്ടും. 2yൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40 എന്ന് പറഞ്ഞു കിട്ടും. yൻ്റെ വാല്യൂ 20 എന്ന് പറഞ്ഞു കിട്ടും. കാരണം എന്താ, ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾസും സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? 2x + 3y. 2x + 3y 2x + 3y ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരും? സോറി, ഇത് 22 ആണ്. 22. ഓക്കെ, 22 44 60 104 എന്ന് പറഞ്ഞു കിട്ടും. അതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ.